Good morning, students. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യുവാണ്. സോ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് വൺ ക്യാൻ കൺവേർട്ട് ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ഇൻ ടു മീനിങ് ഫുൾ നമ്പേഴ്സ്. The instruments which are used for the measurements are called measuring instruments. Next is the block schematic of measurement system. സോ ഒരു മെഷർമെൻറ്റ് സിസ്റ്റത്തിൽ ഈ എല്ലാ കമ്പോണൻസും കാണണമെന്ന് നിർബന്ധമില്ല, സർട്ടൺ കമ്പോണൻസ് കാണും. അപ്പം ഫസ്റ്റ് വൺ ഈസ് ദ മെഷറൻറ്റ് എല്ലാത്തിൻ്റെ അകത്തും കാണും. മെഷറൻറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ, പ്രഷർ, സ്ട്രെസ്, സ്ട്രെയിൻ എക്സെട്ര. Next one is the transducer. So the output of the measurement is given to, not output, the measurement is directly given to a transducer. But transducer is a device that converts physical quantity into electrical quantity or vice versa. ട്രാൻസ്ഡ്യൂസറിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തെർമോകപ്പിള്, സ്ട്രെയിൻ ഗേജ് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഫോർ ട്രാൻസ്ഡ്യൂസർ. After converting, it is given to a signal conditioning unit. It is used to modify the signal for further processing. So certain process അവിടെ ചെയ്യുന്നത് ആംപ്ലിഫിക്കേഷൻ ആകാം, അറ്റനുവേഷൻ ആകാം, ഇൻ്റഗ്രേഷൻ, ഫിൽറ്ററിങ് എക്സെട്ര അക്കോർഡിംഗ് ടു അവർ നീഡ്. നെക്സ്റ്റ് വൺ ഈസ് ദ ഡിസ്പ്ലേ ഓർ റെക്കോർഡ്. നമുക്കറിയാം ഡിസ്പ്ലേ ചെയ്യാനോ റെക്കോർഡ് ചെയ്യാനാണോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. Next one is the static and dynamic characteristics of an instrument. Static characteristics means time invariant characteristics. So അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആക്യുറസി. അപ്പോൾ ആക്യുറസി ഈസ് ദ ക്ലോസ്നെസ് വിത്ത് വിച്ച് ആൻ ഇൻസ്ട്രുമെൻറ്റ് റീഡിംഗ് അപ്രോച്ചസ് ദ ട്രൂ വാല്യൂ ഓഫ് ദ വേരിയബിൾ ബീങ് മെഷേർഡ്. അപ്പോൾ നമുക്ക് വേണ്ട വാല്യൂ, നമുക്ക് ശരിക്കും അറിയാവുന്ന വാല്യൂ എന്ന് പറയുന്നതാണ് ട്രൂ വാല്യൂ. നമ്മൾ മെഷർ ചെയ്ത വാല്യൂ ആണ് മെഷേർഡ് വാല്യൂ. ആ മെഷേർഡ് വാല്യൂ ആയിട്ട് ട്രൂ വാല്യൂ ആയിട്ട് മെഷേർഡ് വാല്യൂ എത്രമാത്രം ക്ലോസ് ആണ്, ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ആക്യുറസി. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ മാക്സിമം എറർ വിച്ച് വിൽ നോട്ട് ബി എക്സീഡഡ് ആസ് അഷ്വേർഡ് ബൈ ദ മാനുഫാക്ചറർ ഫോർ ദ മാനുഫാക്ചറർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. അപ്പം നമ്മൾ വാട്ട് മീറ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ വോൾട്ട് മീറ്റർ ഒക്കെ എടുക്കുമ്പം ആ മീറ്ററിൻ്റെ താഴെ അവരൊരു പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യും. സോ ഈ പ്ലസ് ഓർ മൈനസ് 1% എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം കിട്ടുന്ന വാല്യൂ ഒരു 2 വോൾട്ട് ആണെങ്കിൽ 2 പ്ലസ് 0.01 അല്ലെങ്കിൽ 2 മൈനസ് 0.01 ആ ഒരു 1% എറർ കാണുമെന്നാണ്. അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 1 വോൾട്ട് എന്ന് പറയുവാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ മെഷർ ചെയ്ത വാല്യൂ 6 ആംപിയർ ആണെങ്കിൽ നമുക്ക് ചിലപ്പം കിട്ടുന്നത് 7. നമുക്ക് വേണ്ട വാല്യൂ 6 ആണെങ്കിൽ ചിലപ്പം നമുക്ക് 7 or 5 ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് ഈ പ്ലസ് ഓർ മൈനസ് വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് പ്രിസിഷൻ. ഇറ്റ് ഈസ് എ മോസ്റ്റ് റിപ്പീറ്റബിൾ ആൻഡ് റീപ്രൊഡ്യൂസിബിൾ വാല്യൂ ഔട്ട് ഓഫ് എ സെറ്റ് ഓഫ് റെക്കോർഡ്സ്. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, കൺസിഡർ ആൻ ഇൻസ്ട്രുമെൻറ്റ്, ഒരു എ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ് കൺസിഡർ ചെയ്യുക. അതിൻ്റെ റീഡിങ്സ് നിങ്ങൾ നോക്കുക. 1.9, 1.5, 1.9, 1.9, 1.5. നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 2 ആംപിയർ മെഷർ ചെയ്യാനാണ്. അപ്പോൾ നമുക്കൊരു 1.9 എന്ന് പറയുന്ന വാല്യൂ റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. ഇനി ഇൻസ്ട്രുമെൻറ്റ് ബി നോക്കുക. അതിൻ്റെ 1.5, 1.9, 1.8 എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ്. 1.5 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കി എല്ലാ റീഡിങ്സും ഡിഫറൻ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റ് ബി എന്ന് പറയുന്നത് നോട്ട് പ്രിസൈസ് ആണ്. ആൻഡ് ഓൾസോ ഇൻസ്ട്രുമെൻറ്റ് എ എന്ന് പറയുന്നത് പ്രിസൈസ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ബി പ്രിസൈസും അല്ല, ആക്യുറേറ്റും അല്ല. കാരണം ആക്യുറേറ്റ് ആണെങ്കിൽ 2 ആംപിയറിനോട് അടുത്തുള്ള വാല്യൂ നമുക്ക് കിട്ടണം. അപ്പോൾ 1.9 നമുക്ക് കിട്ടിയത് എപ്പോഴും ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ്. സോ ഇൻസ്ട്രുമെൻറ്റ് ബി ഈസ് നോട്ട് പ്രിസൈസ് ആൻഡ് ആക്യുറേറ്റ്. ബട്ട് ഇൻസ്ട്രുമെൻറ്റ് എ നോക്കിയേ, ആക്യുറേറ്റും ആണ്, പ്രിസൈസ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് റിപ്പീറ്റബിൾ ആൻഡ് റീപ്രൊഡ്യൂസിബിൾ വാല്യൂ ഔട്ട് ഓഫ് എ സെറ്റ് ഓഫ് റെക്കോർഡ്സ്. ഒരു ഫുൾ കുറച്ച് റീഡിങ്സ് സെയിം ആയിട്ട് നമ്മൾ റീഡിങ്സ് എടുത്തുകൊണ്ടേ ഇരിക്കണം. 2 ആംപിയർ കൊടുത്ത് ഡിഫറെൻറ്റ് റീഡിങ്സ് എടുക്കുമ്പോൾ എത്രമാത്രം ഏത് വാല്യൂ ആണോ റിപ്പീറ്റായിട്ട് വരുന്നത്, റിപ്പീറ്റായിട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് പ്രിസൈസ്.
നെക്സ്റ്റ് ഈസ് ലീനിയാരിറ്റി. അപ്പോൾ ലീനിയർ റിലേഷൻഷിപ്പ് നിങ്ങൾക്കറിയാം, ഇത് ഇവിടെ ഒരു ഗ്രാഫ് കാണിച്ചിട്ടില്ലേ, ആ ഗ്രാഫാണ് ലീനിയർ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. അപ്പോൾ ലീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഔട്ട്പുട്ട് ഫോളോസ് ദ ഇൻപുട്ട് വിത്ത് എ ലീനിയർ റിലേഷൻഷിപ്പ് കാണാമെങ്കിൽ ലീനിയർ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്തെ എക്സ് ആക്സിസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കറണ്ടാണ്, വൈ ആക്സിസ് തീറ്റ എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ. നമ്മുടെ നീഡിൽ ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. 0 to 180 ഡിഗ്രി പോലെയാണ് അതിൻ്റെ നീഡിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കറണ്ടിനനുസരിച്ച് അതിൻ്റെ ആംഗിൾ ഡിഫ്ലക്ഷൻ അതാണ് ഇവിടെ കാണിക്കുന്നത്. അത് ലീനിയർ റിലേഷൻഷിപ്പ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് എ ലീനിയർ ഇൻസ്ട്രുമെൻറ്റ്. ഇനി സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ടിന് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് സിഗ്നൽ ടു ദ ചേഞ്ച് ഇൻ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ടിൽ എന്ത് ചേഞ്ച് വന്നാലും അതിന് പ്രൊപ്പോർഷണലായിട്ട് ഔട്ട്പുട്ടിൽ ചേഞ്ച് വരണം, എന്നാലേ ഉള്ളൂ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് സെൻസിറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇൻപുട്ടിലുണ്ടാകുന്ന എല്ലാ ചേഞ്ചും ഔട്ട്പുട്ടിൽ കാണുവാണെങ്കിൽ ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് വെരി സെൻസിറ്റീവ്. നെക്സ്റ്റ് ഈസ് dead time. It is a time taken by the instrument to move the pointer from its initial position is called dead time. നമുക്കറിയാം, നമുക്ക് ഒരു ഇൻസ്ട്രുമെൻറ്റിന് നമ്മളൊരു പർട്ടിക്കുലർ അമ്മീറ്റർ ആണെന്ന് വിചാരിക്കുക, ഞാനൊരു പർട്ടിക്കുലർ കറണ്ട് കൊടുത്തു. അപ്പം ആ ഇൻസ്ട്രുമെൻറ്റ് മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഒരു മിനിമം കറണ്ട് കൊടുത്താൽ മാത്രമേ ഉള്ളൂ 0 പൊസിഷനിൽ നിന്ന് അത് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പം അത്രയും കറണ്ട് കൊടുത്തത് മൂവ് ചെയ്യാൻ എടുക്കുന്ന ടൈമിന് പറയുന്ന പേരാണ് ഡെഡ് ടൈം എന്ന് പറഞ്ഞാൽ അത്രയും സമയം അതെന്താ മൂവ് ചെയ്യാതെ ആ നീഡിൽ അങ്ങനെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്, 0 പൊസിഷനിൽ അനങ്ങാതിരിക്കുക. അപ്പോൾ ഡെഡ് ടൈം ഓവർകം ചെയ്താൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നീഡിൽ മൂവ് ചെയ്യത്തുള്ളൂ. ഡെഡ് സോൺ എന്ന് പറഞ്ഞാൽ ആ സോൺ, അപ്പോൾ ആ പർട്ടിക്കുലർ വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് ഇൻപുട്ട്, എത്ര ഇൻപുട്ട് കൊടുത്താലാണ് 0യിൽ നിന്നത് മൂവ് ചെയ്യുന്നത്, അപ്പോൾ അതിനെയാണ് ഡെഡ് സോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ ദ മെഷേർഡ് വാല്യൂ ടു വിച്ച് ദ ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ റെസ്പോണ്ട്, ദാറ്റ് ഈസ് സ്മോളസ്റ്റ് ചേഞ്ച് ദ ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ മെഷർ. അതാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുന്നതെന്ന് തോന്നുന്നു. ദ സ്മോളസ്റ്റ് ചേഞ്ച് ദ ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ മെഷർ, ഒരു ഇൻസ്ട്രുമെൻറ്റിന് മെഷർ ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് ചേഞ്ച്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു 100 വോൾട്ടിൻ്റെ വോൾട്ട് മീറ്ററാണെന്ന് വിചാരിക്കുക. 100 വോൾട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ ഓരോ സ്കെയിലും എത്രയായിരിക്കും, 0, 10, 20, 30, 40 അപ് ടു 100 വരെ ആയിരിക്കും നോർമലായിട്ട് പറയുവാണെങ്കിൽ. ഈ 100 വോൾട്ടിൻ്റെ നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് മെഷർ ചെയ്യേണ്ടത് 0.001 ആണ്. ദാറ്റ് ഈസ് 1 മില്ലി വോൾട്ട് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ട് 100 വോൾട്ടിൻ്റെ വോൾട്ട് മീറ്റർ വെക്കുക എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് 1 മില്ലി വോൾട്ടാണ് മെഷർ ചെയ്യേണ്ടത്. 100 വോൾട്ടിൻ്റെ 100 വോൾട്ട് റേഞ്ചുള്ള എന്ന് പറഞ്ഞാൽ 0, 10 പിന്നെ വരുന്നത് 10, 20, 100 ഉള്ള മീറ്റർ കൊണ്ട് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് 0.001 എന്ന് പറഞ്ഞാൽ വോൾട്ട് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ അകത്തത് എഫക്റ്റ് കാണത്തില്ല. 0.001 വോൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ആ നീഡിൽ 0യിൽ തന്നെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അത് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു 1 വോൾട്ടിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് വെക്കുകയാണെങ്കിൽ നമുക്കറിയാം 0, 0.1, 0.2 അപ് ടു 1 വരെ ആയിരിക്കും അതിൻ്റെ സ്കെയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈസി ആയിട്ട് നമുക്ക് 0.001 അല്ലെങ്കിൽ 0.001 ഇച്ചിരി ഈസി അല്ലായിരിക്കും, പക്ഷേ ആ ഒരു റേഞ്ച് അല്ലെങ്കിൽ 0.1 റേഞ്ചുള്ള ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0.001 നമുക്ക് ഈസി ആയിട്ട് പറ്റും. അപ്പോൾ അത് ഇൻസ്ട്രുമെൻറ്റ് നോക്കി വേണം. അപ്പം ആ 100 വോൾട്ടിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അതിന് കാണിക്കാൻ പറ്റുന്ന മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0.5 വോൾട്ടാണ്. അപ്പോൾ അത്രയെങ്കിലും കൊടുത്താലേ ഉള്ളൂ അത് റിഫ്ലക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനെയാണ് റെസല്യൂഷൻ ഓഫ് ദ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സ്റ്റാറ്റിക് എറർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെഷേർഡ് വാല്യൂ ആൻഡ് ട്രൂ വാല്യൂ. അപ്പോൾ എറർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പം സ്റ്റാറ്റിക് എറർ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെഷേർഡ് വാല്യൂ ആൻഡ് ട്രൂ വാല്യൂ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു മെഷേർഡ് വാല്യൂ നമുക്ക് കിട്ടുന്നത്, ട്രൂ വാല്യൂ ശരിക്കുമുള്ള വാല്യൂ. അപ്പോൾ ആ മെഷേർഡ് വാല്യൂ AT മൈനസ് AM അല്ല, AM മൈനസ് AT ആണ്, ഓർത്തിരിക്കുക. മെഷേർഡ് വാല്യൂവിൽ നിന്ന് ശരിക്കുമുള്ള ട്രൂ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എറർ. പെർസെൻറ്റേജ് ഓഫ് സ്റ്റാറ്റിക് എറർ എന്ന് പറഞ്ഞാൽ AM മൈനസ് AT ഡിവൈഡഡ് ബൈ AT ഇൻറ്റു 100. അപ്പോൾ ഈ ഇക്വേഷനും ഓർത്തിരിക്കണം.
പിന്നെ സ്റ്റാറ്റിക് കറക്ഷൻ ഫാക്ടർ. അപ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ എറർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കറക്റ്റ് ചെയ്യണം. അതിനെയാണ് കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇഫ് ദ it is a factor which is to be added or subtracted to the measured value to equal to ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിനെ ട്രൂ വാല്യൂയിലോട്ടാക്കാൻ നമ്മൾ ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന വാല്യൂവിന് പറയുന്ന പേരാണ് കറക്റ്റ് ചെയ്യാൻ, ട്രൂ വാല്യൂയിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടറാണ് കറക്ഷൻ ഫാക്ടർ. അപ്പോൾ നമ്മുടെ എറർ എനിക്ക് കിട്ടിയത് ε0 എന്ന് പറയുന്നത് -2 ആണെങ്കിൽ സ്റ്റാറ്റിക് കറക്ഷൻ എന്ന് പറയുന്നത് +2 ആണ്. കാരണം -2 ആണ് കുറവ്, -2 വാല്യൂ കുറവാണ് കിട്ടിയത്. അപ്പം എനിക്ക് 2 വാല്യൂ കൂടുതൽ +2 ആഡ് ചെയ്താലേ ഉള്ളൂ ശരിക്കുമുള്ള മെഷേർഡ് വാല്യൂയിലോട്ട് ശരിക്കുമുള്ള ട്രൂ വാല്യൂയിലോട്ട് എത്തത്തുള്ളൂ. ഇനി എനിക്ക് എറർ കിട്ടിയത് +2 ആണെങ്കിൽ എന്ത് ചെയ്യണം, +2 എനിക്ക് കൂടുതലാണ് കിട്ടിയത്, +2 എൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം, അത് -2 സബ്സ്ട്രാക്റ്റ് ചെയ്താലേ ഉള്ളൂ എനിക്ക് ശരിക്കുമുള്ള ട്രൂ വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഈസ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ ബിഹേവിയർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ഫോർ ടൈം വേരിയിങ് ക്വാണ്ടിറ്റീസ്. അപ്പം മറ്റേതിൻ്റെ അകത്ത് സ്റ്റാറ്റിക് എറർ ആണെങ്കിൽ ഇവിടെ ഡൈനാമിക് എറർ ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ഓഫ് ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി ചേഞ്ചിങ് വിത്ത് ടൈം ആൻഡ് ദ വാല്യൂ ഇൻഡിക്കേറ്റഡ് ബൈ ദ ഇൻസ്ട്രുമെൻറ്റ് പ്രൊവൈഡഡ് സ്റ്റാറ്റിക് എറർ ഈസ് 0. The fidelity, it is the degree to which a system accurately reproduces an input. Ideally, a system should have 100% fidelity and the output should appear in the same form as input. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻപുട്ട് കൊടുത്താൽ എത്ര ആക്യുറേറ്റ് ആയിട്ട് അതിന് ഔട്ട്പുട്ടിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഫിഡിലിറ്റി. ബാൻഡ്വിഡ്ത്ത് ഈസ് ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഫോർ വിച്ച് ഡൈനാമിക് സെൻസിറ്റിവിറ്റി ഈസ് സാറ്റിസ്ഫാക്ടറി. എന്ന് പറഞ്ഞാൽ സെൻസിറ്റിവിറ്റി ഞാൻ പറഞ്ഞായിരുന്നു ഇൻപുട്ടിനുള്ള ചേഞ്ചിനനുസരിച്ച് ഔട്ട്പുട്ടിലുണ്ടാകുന്ന ചേഞ്ച്. അപ്പോൾ ഏത് ഫ്രീക്വൻസി റേഞ്ചിലാണ് സെൻസിറ്റിവിറ്റി സാറ്റിസ്ഫാക്ടറി ആകുന്നത്, ആ ഫ്രീക്വൻസി റേഞ്ചിന് വിളിക്കുന്ന പേരാണ് ബാൻഡ് വിഡ്ത്ത്. നെക്സ്റ്റ് ഈ സ്പീഡ് ഓഫ് റെസ്പോൺസ്. ഇറ്റ് ഈസ് എബിലിറ്റി ടു റെസ്പോണ്ട് ടു സഡൻ ചേഞ്ച് ഓഫ്, ഇത് ഞാൻ പറഞ്ഞ ഡൈനാമിക് അറിയാം. അപ്പം പെട്ടെന്ന് ഇൻപുട്ട് ചേഞ്ച് ചെയ്യും, അതനുസരിച്ച് സഡനായിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ്. Then time constant, time taken by the system to reach 0.632 times its final output signal amplitude. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മെഷറിംഗ് ലാഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിലേ ഇൻ ദ റെസ്പോൺസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ടു എ ചേഞ്ച് ഇൻ ദ മെഷറൻറ്റ്. അപ്പോൾ ഒരു മെഷറൻറ്റ് മെഷർ ചെയ്യാൻ ആ സിസ്റ്റം എടുക്കുന്ന ഡിലേ, അതിനാണ് മെഷറിംഗ് ലാഗ്. സെറ്റിലിംഗ് ആൻഡ് റെസ്പോൺസ് ടൈം. ദ ടൈം റിക്വയർഡ് ബൈ ദ മെഷർമെൻറ്റ് സിസ്റ്റം ടു സെറ്റിൽ ഡൗൺ ഇറ്റ്സ് ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷൻ ആഫ്റ്റർ ദ ആപ്ലിക്കേഷൻ ഓഫ് ഇൻപുട്ട്. എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ചിലപ്പം നമുക്കറിയാം ഈ നീഡിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറി ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ടായിരിക്കും അത് ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ സെറ്റാകും. ആ ടൈമാണ് സെറ്റിലിംഗ് ടൈം ഓർ റെസ്പോൺസ് ടൈം. ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് റേഞ്ച് ഓഫ് സിഗ്നൽസ് വിച്ച് ദ ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റം ഈസ് ലൈക്ലി ടു റെസ്പോണ്ട് അണ്ടർ ഡൈനാമിക് കണ്ടീഷൻസ്. അപ്പോൾ ഇതെല്ലാമാണ് സ്റ്റാറ്റിക് എറർ, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റാറ്റിക് എറർ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് സിലബസിലില്ല, പക്ഷേ ഇത് പഠിച്ചെങ്കിലേ ഉള്ളൂ ബാക്കി നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും ഇത് നോക്കിയിട്ട് വരണം.